എവരിവൺ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണേ. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പനും മോളും വണ്ടിയിലായിരിക്കും. ഞാൻ ഈ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കും അവരിറങ്ങാൻ വേണ്ടി. എന്തിനാ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ വണ്ടിയിൽ കയറി നമ്മൾ പോകുന്നത് കുമരകം റൂട്ടിൽ ചേർത്തലയിലുള്ള മധുചേട്ടൻ്റെ കടയെന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല ഫുഡ് കിട്ടുന്ന നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അത് കുറേ ആയിട്ട് നമ്മൾ അവിടെ വരെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുമരകം വഴി പോകുമ്പോൾ ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഒരു ഭംഗിയാണ്. ഇത് തണ്ണീർമുക്കം ബണ്ടാണ് കേട്ടോ. നല്ല രസമാണ്. ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിലെ സ്പീഡ് ബോട്ടിൽ പോകുന്ന. അപ്പം നമ്മുടെ വള്ളങ്ങളും ഇതുപോലത്തെ വലിയ വലിയ ബോട്ടുകളൊക്കെ ഇതിലെയാണ് പാസ് ചെയ്യുന്നത്. നമ്മളിതാ ഇവിടെ എത്തി. ഇതാണ് വീട് കേട്ടോ. ഇതിൻ്റെ ബാക്കിലായിട്ട് അവർക്ക് ഫുഡ് കഴിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അപ്പം ഇവിടെ ഒരു പ്ലേറ്റ് ഇപ്പം ഇത്രയും കോവയ്ക്കയും അങ്ങനെ കുഞ്ഞു കറികളൊക്കെ 2-3 കറികളൊക്കെ ആയിട്ടുള്ള ഒരു പ്ലേറ്റിന് 60 രൂപയാണ്. പിന്നെ സെപ്പറേറ്റ് നമ്മൾ പ്രോൺസും പാൽക്കപ്പയും അതെല്ലാം സെപ്പറേറ്റ് മേടിക്കണം. അപ്പോൾ പ്രോൺസാണ് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നത്തോലി ഫ്രൈ ഒക്കെ ഞാൻ മേടിച്ചു. പക്ഷേ നത്തോലി ഫ്രൈ അവരുടേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ക്രിസ്പി ഫ്രൈ ഇല്ലേ, അതല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ വേറെ ഒരു മീൻ മേടിച്ചു. ആ മീനിൻ്റെ പേര് എനിക്കറിയത്തില്ല, അതും കൊള്ളായിരുന്നു. ഇവരുടെ മസാലയാണ് ടേസ്റ്റ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്പൈസി ആയിട്ട് തോന്നും, പക്ഷേ അത്ര സ്പൈസി ഒന്നുമല്ല. ലിമിറ്റഡ് ആയിട്ടുള്ള കറികളും എല്ലാം മെയിനായിട്ട് ഈ സീ ഫുഡ് അങ്ങനെ അതാണ് ഉള്ളത്. ചിക്കനൊന്നും ഇല്ല തോന്നുന്നു. പിന്നെ അപ്പം വറുത്ത് തരികയാണ്, നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേർത്തല പള്ളിയുടെ ആ ഒരു സൈഡിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മാതിരി കുറേ നാളായിട്ട് ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണേ. പക്ഷേ നമ്മൾ ആദ്യമേ ഈ ചേർത്തലയിലുള്ള 2 സ്ഥലത്ത് പോയി നോക്കി. പക്ഷേ അവിടെ ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ടാവാം കടൽ നല്ല രീതിയിൽ ഇങ്ങനെ ശോഭിച്ച് കിടക്കുമായിരുന്നു. കടൽ നമ്മൾ അങ്ങോട്ട് അത്യാവശ്യം കടൽ കണ്ടാൽ നമുക്ക് പേടിയാവും. അതുപോലെയായിരുന്നു തിരകൾ വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം വിട്ട് അവിടെ ഒന്നും ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ വന്ന് അർത്തുങ്കൽ ബീച്ചിൽ വന്നു കേട്ടോ. അർത്തുങ്കൽ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഈ ബീച്ച് വരുന്നത്. ഇവിടെ നമ്മൾ ബീച്ചിൽ അങ്ങനെ ഇറങ്ങിയതൊന്നുമില്ല, കൊച്ചിനെ ഇറക്കിയൊന്നുമില്ല. വെളിയിൽ ഈ മണലിൻ്റെ മണ്ടയിൽ ഇരുത്തി കുറച്ച് നേരം കളിപ്പിച്ചതേ ഉള്ളൂ. പിന്നെ എൻ്റെ വക കുറച്ച് വീഡിയോ എടുപ്പുണ്ടായിരുന്നു. സച്ചിൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പിന്നെ പ്രത്യേകിച്ച് വലിയ ആളുകളും ഇല്ലായിരുന്നു, നമ്മളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആളുകളുണ്ടെങ്കിൽ ഞാനിങ്ങനെ വീഡിയോയ്ക്കൊന്നും നിൽക്കത്തില്ല. എനിക്ക് ആകെപ്പാടെ ഒരു ചമ്മൽ വരും. പക്ഷേ ഞാൻ അവിടുന്ന് ഷെല്ലൊക്കെ പറക്കിയിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ സച്ചിനോട് പറഞ്ഞു, സച്ചിനെ എൻ്റെ 2-3 വീഡിയോ എടുക്കുക. ആദ്യത്തെ 3-4 വീഡിയോയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നോട് പറഞ്ഞു എനിക്ക് വയ്യാന്ന് പറഞ്ഞു, ബാക്കി വീഡിയോ നീ തന്നെ എടുത്തോളാൻ പറഞ്ഞു. എന്നാലും പിന്നെയും വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ടായിരുന്നു. സച്ചിൻ അവസാനം മടുത്തത് അവിടെ ഇരുന്നു. ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇത് മണലിലാണ് വളർന്ന് നിൽക്കുന്നത്. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇതെങ്ങനെ മണലിൽ വളർന്ന് നിൽക്കുന്നു. ഇതൊക്കെ എൻ്റെ റീൽസിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നതാണ്. ദൂരെ കണ്ടോ കാറ്റാടി മരങ്ങൾ, അതിൻ്റെ അവിടെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല. ആ കാറ്റാടി മരങ്ങളുടെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ പോയിട്ട് ഊഞ്ഞാലൊക്കെ ആടാൻ പറ്റും, നല്ല രസമാണ്. ഞാൻ പിന്നെ ക്യാമറ ഒരിടത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വെറുതെ ഓരോരോ വീഡിയോകൾ എടുക്കുകയാണ്. കാരണം അവിടെ നിന്ന് തിരിച്ചു പോരാൻ സമ്മതിക്കുന്നില്ല. പിന്നെ തിരയുടെ ഒരു ഭംഗി കണ്ടില്ലേ, അത്യാവശ്യം നല്ല തിരയായിരുന്നു. നല്ല തിരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകാൻ പറ്റത്തില്ലേ, വല്ല സുനാമിയും വന്നാലോ എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെയാണ് നിന്നത്. പിന്നെ എനിക്ക് ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവളുടെ കൂടെ മണലിലൊക്കെ ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണേ. അപ്പോൾ അവൾ പറഞ്ഞു അവളെ മെർമെയ്ഡ് ആക്കണം. എന്നിട്ട് അവൾ തന്നെ പറഞ്ഞു തന്നു ഇങ്ങനെ ആക്കിയാൽ മതി. എനിക്കങ്ങനെ ചിന്തിക്കാനുള്ള കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ തന്നെ കാലിൻ്റെ മണ്ടയിലൊക്കെ മണ്ണ് സെറ്റ് ചെയ്തു, കൂടെ ഞാനും ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉള്ളത് ബീച്ചിലാണ്, അർത്തുങ്കൽ ബീച്ചിലാണുള്ളത്. ഇവിടെ ഈ ഒരു ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും നമ്മുടെ അർത്തുങ്കൽ പള്ളി കേട്ടോ. അപ്പോൾ ഇവിടെ മെറിക്കുട്ടി വീട്ടിൽ കൊണ്ടുപോകാനുള്ള മണ്ണ് എടുത്തുകൊണ്ടിരിക്കുക. അവൾക്ക് കുറച്ച് മണ്ണ് വീട്ടിൽ കൊണ്ടുപോകാൻ വേണമെന്ന്. അപ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കുകയാണേ. നല്ല വെയിലാണ്, അപ്പോൾ ഒരു വെയിലാണ്, ഒന്നും കാണുന്നില്ലല്ലോ ദൈവമേ. ബീച്ച് അത്യാവശ്യം ഇങ്ങനെ കയറി കിടക്കുകയാണ്. അതിൻ്റെ കൂടെ നല്ല ശക്തിയിൽ ബീച്ചിൽ വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ നമുക്കതുകൊണ്ടൊരു പേടിയാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് ബീച്ചിൽ കളിക്കാനായിട്ട് ആരും വരണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായി കിടക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ബീച്ചിലൊന്നും വലിയ ആൾക്കാരില്ല. ഇതുപോലത്തെ ബോട്ടിൻ്റെയൊക്കെ സൈഡിൽ അവിടെ എവിടെയും കുഞ്ഞു പിള്ളേർ ബോയ് ഫ്രണ്ട്സിനെയും കൊണ്ടൊക്കെ വന്ന് അവിടെ എവിടെയൊക്കെ ഇരിക്കുന്ന കാണാം കേട്ടോ. അതൊക്കെ ഉള്ളൂ ഇപ്പോൾ അവിടെ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നോക്കുമ്പോൾ അർത്തുങ്കൽ പള്ളിയാണ്. അപ്പം
ആ പള്ളിയുടെ നമ്മൾ പള്ളിയിൽ കയറിയില്ല കേട്ടോ, അർത്തങ്ക പള്ളിയിൽ കയറിയില്ല, വൈകുന്നേരം ആയിരുന്നു. പിന്നെ നമ്മൾ മഴയുണ്ടായിരുന്നു അത്യാവശ്യം. നമ്മളപ്പോൾ എന്താ പള്ളിയുടെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ പോരുന്നത്. അങ്ങനെ കഴിച്ച് ഭക്ഷണമൊക്കെ ദഹിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുവാണ് കേട്ടോ. മെറിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ നിന്ന് മറ്റേ കാറ്റാടിയില്ലേ അതൊരെണ്ണം മേടിച്ചു കൊടുത്തായിരുന്നേ. അപ്പോഴേക്ക് റോഡിൽ നല്ല റെമ്പൂട്ടാനൊക്കെ വെച്ചിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. സച്ചിനോട് ഞാൻ 100 വട്ടം പറഞ്ഞു ആ റെമ്പൂട്ടാൻ മേടിക്കാം, പക്ഷേ ആളെന്നെ ഇറക്കിയില്ല. സച്ചിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വണ്ടി കയറി കഴിഞ്ഞാൽ സ്പോട്ടിൽ ചെന്ന് ഇറങ്ങുക, അവിടുന്ന് വണ്ടി കയറി തിരിച്ചു പോരുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി പോകുന്നൊന്നും ആൾക്ക് ഇഷ്ടമല്ല. പക്ഷെ ഒന്നുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ നിർത്തിയേനെ. അപ്പോൾ നമ്മൾ വീണ്ടും തണ്ണീർമുക്കം ബണ്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനിയും വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആകെ വൈകുന്നേരം ആയപ്പോഴത്തേന് വിശപ്പ് തുടങ്ങി. പിന്നെ ഇവിടെയൊക്കെ ടോയ്സിൻ്റെ കടയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കക്ക മേടിച്ചു കേട്ടോ. ഈ ഒരു സൈഡിലൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾ കക്കയും മേടിച്ചു കേട്ടോ. ഇച്ചിരി വലിയ കക്ക നോക്കി മേടിച്ചു. എനിക്ക് കുഞ്ഞു കക്കയാണ് കിട്ടിയത്. പിന്നെ ഒരു പ്രായം ചെന്നൊരു അമ്മച്ചിയാണ് അവിടെ ഇരുന്ന് കക്ക വിറ്റത്. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ വില പേശാനോ അങ്ങനെയൊന്നും നിന്നില്ല. ആ കക്ക മേടിച്ചു. അപ്പോൾ ആ തണ്ണീർമുക്കം വണ്ടി കൂടെ നമ്മളിങ്ങനെ പോരുന്നു, വീടിനോടടുത്തു. പിന്നെ നമ്മൾ ഏത്തയ്ക്കാപ്പം മേടിച്ചു കേട്ടോ. അയ്യോ അടിപൊളി. കുമരകം ആ ഒരു സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ടില്ല. അവിടെ നിന്നാണ് നമ്മൾ കോട്ടയത്തോട് അടുക്കുമ്പോൾ ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്നാണ് ഏത്തയ്ക്കാപ്പം മേടിച്ചത്. ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചേക്കുന്ന ഏത്തയ്ക്ക അപ്പത്തിൽ ഏറ്റവും നല്ല ഏത്തയ്ക്കാപ്പമായിരുന്നു അവിടുത്തെ. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് യാത്രയായിരുന്നു. ഫുഡ് കഴിച്ചു, പിന്നെ നമ്മൾ കൊച്ചിനെ കൊണ്ട് ബീച്ചിൽ കറങ്ങി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഏത്തയ്ക്കാപ്പമൊക്കെ കഴിച്ച് നല്ല ഏത്തയ്ക്കാപ്പമായിരുന്നു കേട്ടോ. അയ്യോ എനിക്ക് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുക്കുവിൻ്റെ കൈതങ്ങാനും ഉണ്ട് ഏത്തയ്ക്കാപ്പം. കഴിച്ചതിൻ്റെ ബാക്കി നോക്കട്ടെ. കുക്കു ഏത്തയ്ക്കാപ്പം ഫിനിഷായോ? കഴിച്ചല്ലേ. നല്ല ക്രിസ്പി ആയിട്ട് ജീരകമൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. വീട്ടിൽ വന്നു, കക്ക മേടിച്ചിട്ടുണ്ട്, അച്ചാറാക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.